ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തി. മാർക്ക് ചെയ്ത 10ാം സ്പോട്ടിന് സമീപത്തു നിന്നാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. അതിനിടെ കേസിലെ മാധ്യമ വിലക്ക് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് ഇന്നുണ്ടായത്. 11ാം സ്പോട്ടിൽ നിന്നാകും പരിശോധന തുടങ്ങിയതെന്ന് കരുതിയെങ്കിലും അന്വേഷണ സംഘം നേരെ എത്തി കാടുകയറി. 11ാം സ്പോട്ടിൽ നിന്ന് 100 അടി മാറി വനത്തിനുള്ളിലായിരുന്നു ഇന്ന് കുഴിച്ചു പരിശോധന. നേരത്തെ മാർക്ക് ചെയ്ത 13 സ്പോട്ടുകളിൽ പെട്ടതല്ല ഇത്. താടിയെല്ലും അസ്ഥികളുമാണ് കണ്ടെത്തിയത്. ബയോസേഫ് ബാഗുകളിൽ പാക്ക് ചെയ്ത ബക്കറ്റിലാക്കിയാണ് അസ്ഥികൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. പുത്തൂർ റവന്യൂ AC സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി. ഇതിനിടെ 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബെൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. തുമ്പില്ലാത്ത കേസുകളിലെ രേഖകളെന്ന് കോടതിയെ അറിയിച്ചാണ് ഇവ നശിപ്പിച്ചത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട 24 ചോദ്യത്തോട് പ്രതികരിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തയ്യാറായില്ല. So what about in Dharmasthala? Investigation is going. സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമവിലക്ക് പരിഗണിക്കുന്നതിൽ നിന്നും ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജ് വിജയ്കുമാർ റായ് പിന്മാറി. ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലായിരുന്നു ഇദ്ദേഹം നേരത്തെ പഠിച്ചിരുന്നത്. കണക്ക് പ്രകാരം 3 സ്പോട്ടുകളിലാണ് ഇനി പരിശോധന നടക്കേണ്ടത്. പക്ഷേ ശുചീകരണ തൊഴിലാളി പറയുന്ന ഇടങ്ങളിലെല്ലാം കുഴിച്ചു പരിശോധന നടത്തിയാണ് നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഈ പരിശോധന എത്ര നാൾ നീളുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ആലപ്പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിലിടുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് 2 പേർ മരിച്ചു. അച്ചൻകോവിലാറിന് കുറുകെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലമാണ് ഇടിഞ്ഞു വീണത്. വിഷയത്തിൽ അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി P. A. മുഹമ്മദ് റിയാസ് പറഞ്ഞു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പാലത്തിലെ ഗർഡറിന്റെ തകരാർ പരിഹരിക്കുന്നതിനിടെ ഗർഡർ പൂർണ്ണമായി തകർന്നു. 5 പേർ അച്ചൻകോവിലാറ്റിലേക്ക് വീണു. മാവേലിക്കര സ്വദേശി രാഘവ് കാർത്തിക്, ഹരിപ്പാട് സ്വദേശി ബിനു എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. രാഘവിനെ രക്ഷിക്കാനായി ഒപ്പം ചാടിയതായിരുന്നു ബിനു. പാലത്തിന് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടു. അത് കേട്ടുകൊണ്ട് നോക്കിയപ്പോൾ ഒരു നട്ട് പൊട്ടിയതായിരുന്നു. അത് നട്ട് മാറാനായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് പൊട്ടി വീഴുന്നത്. പൊട്ടി വീണപ്പം ഇവനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാൾ ഇവൻ്റെ കൂടെ നീന്തി ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് 2 പേരോട് ഒന്നിച്ചാണ് മുന്നിൽ പോകുമായിരുന്നു. കോൺക്രീറ്റ് പാളി വീണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കാലൊടിഞ്ഞു. ശക്തമായ അടിയൊഴുക്കിൽ തൂണുകളുടെ ബലം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നല്ല കുത്തൊഴുക്കുണ്ട്. അടിയിലുള്ള ഉറപ്പിച്ച ഗർഡർ വാർക്കുന്നതിന് വേണ്ടി ഇരുമ്പ് എല്ലാം പിടിപ്പിച്ച് ഉറപ്പിച്ച കമ്പി ഉണ്ടാവും. ചിലപ്പോൾ ചലനം ഉണ്ടായി കാണും. ഈ ശക്തമായ ഒഴുക്കുണ്ട്. പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ നാട്ടുകാർ അശാസ്ത്രീയത ആരോപിച്ചിരുന്നു. സംഭവം അന്വേഷിക്കാൻ പൊതുമരാമത്ത് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. 24 ആലപ്പുഴ. BJP നേതാവ് C. സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 8 CPM പ്രവർത്തകർ 31 വർഷത്തിന് ശേഷം ജയിലിൽ. കോടതി പരിസരത്തും ജയിലിനു മുന്നിലും മുദ്രാവാക്യങ്ങളുമായി എത്തിയ CPM പ്രവർത്തകർ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകി. മട്ടന്നൂർ MLA KK ശൈലജയും പങ്കെടുത്തു. KK ശൈലജയുടേത് കുറ്റവാളികൾക്ക് പ്രേരണയാകുന്ന നിലപാടെന്ന് C. സദാനന്ദൻ കുറ്റപ്പെടുത്തി. 1994 ജനുവരി 25-ന് RSS സഹകാര്യവാഹകരായിരുന്ന C. സദാനന്ദന്റെ കാല് വെട്ടിമാറ്റിയ കേസിലാണ് ഇപ്പോൾ പ്രതികൾ അഴിക്കുള്ളിലായത്. അപ്പീൽ സുപ്രീം കോടതി ഫയൽ സ്വീകരിക്കാതെ വന്നതോടെ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി. ഇന്ന് രാവിലെ തലശ്ശേരി വിചാരണ കോടതിയിൽ കീഴടങ്ങൽ. പ്രതികൾക്ക് CPM പ്രവർത്തകർ മട്ടന്നൂരിൽ യാത്രയയപ്പ് നൽകി. പരിപാടിയിൽ KK ശൈലജ MLAയും പങ്കെടുത്തു. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ CPM പ്രവർത്തകർ കോടതിക്ക് പുറത്ത് മുദ്രാവാക്യങ്ങളുമായി എത്തി. MLA നേരിട്ടെത്തി പ്രതികൾക്ക് യാത്രയയപ്പ് നൽകി ജയിലിലേക്ക് അയക്കുന്നത് കുറ്റവാളികൾക്ക് പ്രേരണയാകുമെന്ന് C. സദാനന്ദന്റെ വിമർശനം. ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ് ശൈലജ ടീച്ചർ സ്വീകരിച്ചത് എന്ന് ദൗർഭാഗ്യകരമായൊരു
കാര്യം പറയേണ്ടതായി വന്നിട്ട് വേണം. ഖേദകരമാണത്. കേസിലെ 8 പ്രതികൾക്കും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. പിന്നീട് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. 24 കണ്ണൂർ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് മദ്യപിക്കാൻ പോലീസ് സുരക്ഷ ഒരുക്കിയതിലെ നാണക്കേടിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ മുഖം രക്ഷിക്കൽ നീക്കം. കേസെടുക്കാൻ നിയമോപദേശം തേടി. സുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കും. അതേസമയം കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 3 വർഷമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്ന വിവരവും പുറത്തുവന്നു. പോലീസ് സംരക്ഷണയോടെയുള്ള കൊടിസുനിയുടെ മദ്യസേവയിൽ നാണക്കേട് മറയ്ക്കാൻ കൂടുതൽ നടപടികളെടുക്കാതെ പോലീസിന് രക്ഷയില്ല. CPOമാരെ മാറ്റി ഉയർന്ന റാങ്കിൽ ഉദ്യോഗസ്ഥരെ എസ്കോർട്ടിന് നിയോഗിക്കാനാണ് പുതിയ തീരുമാനം. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവുണ്ടാകില്ല. കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും. ഗുരുതര കൃത്യവിലോപമുണ്ടായെന്ന് KK രമ MLA. വളരെ ഗുരുതരം കൃത്യവിലോപങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി FIR ഇടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണമെന്നുള്ളതാണ്. ജയിലിൽ TP കേസ് പ്രതികൾക്ക് 5 സ്റ്റാർ സൗകര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. സംഭവത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ മറുപടി ഇങ്ങനെ: കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി. ഇതിനിടെ TP വധക്കേസിലെ മുഖ്യപ്രതി TK രജീഷിന് 15 ദിവസത്തെ പരോൾ നൽകി. ഇതാദ്യമായാണ് TK രജീഷിന് പരോൾ ലഭിക്കുന്നത്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് ഫെൻസിംഗ് 3 വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് ജയിൽ മേധാവി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്ന വിയൂർ സെൻട്രൽ ജയിൽ മാത്രമെന്നാണ് കണ്ടെത്തൽ. കണ്ണൂർ ബ്യൂറോടൊപ്പം 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. നിമിഷപ്രിയയുടെ മോചനത്തിനായി വീണ്ടും ഗവർണറെ കണ്ട് ചാണ്ടി ഉമ്മൻ MLA. മോചനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നത്. റീനു ശ്രീധർ തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകും. റീനു, പെട്ടെന്നൊരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ ചർച്ചകളൊക്കെ ഈ വിഷയത്തിൽ ഔപചാരികമായും അനൗപചാരികമായും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഈ കൂടിക്കാഴ്ച, പെട്ടെന്നുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? വിജയകുമാർ, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നേരത്തെയും ഗവർണറെ കണ്ടിരുന്നു ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മന്റെ അച്ഛൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമായിരുന്നു അത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഗവർണറെ നേരത്തെ അമ്മയോടൊപ്പം കണ്ടത്. പക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും ഗവർണറെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ്, ഗവർണർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോഴും നിരവധി ചർച്ചകൾ നടന്നു. അതെന്താണെന്ന് പുറത്തു പറയാൻ സാധിക്കില്ല. എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേഗതയിലുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. നമുക്കറിയാം, നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഉൾപ്പെടെ നേരിട്ട് ചാണ്ടി ഉമ്മൻ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം വേഗത്തിലാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ചർച്ചയായി ഉയർന്നു വന്നത്. വിജയകുമാർ. യെസ്, റീനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ചാണ്ടി ഉമ്മൻ MLA വീണ്ടും ഗവർണറെ കണ്ടിന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ ചർച്ച നടന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. അതേസമയം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇക്കാര്യം ഉന്നയിച്ച് അബ്ദുൽ ഫത്തേ മെഹദി അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഹുദിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായി അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് കത്തിൽ പറയുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലപ്പെട്ട തലാൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തേ മഹദി. നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ ഫത്തേ മഹദി അറ്റോർണി ജനറൽ അബ്ദുൽ സലാം അൽ ഹൂത്തിക്ക് കത്തയച്ചു. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചതിൽ നിയമപരമായ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കത്തിൽ അബ്ദുൽ ഫത്തേ മഹദി ചൂണ്ടിക്കാണിക്കുന്നത്. നീതിയും സത്യവും സംരക്ഷിക്കണമെന്നും അതിനായി ശിക്ഷ നടപ്പാക്കുന്നതിന് പുതിയ തീയതി അടിയന്തരമായി നിശ്ചയിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. അനുരഞ്ജനത്തിനോ മധ്യസ്ഥതയ്ക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും വ്യക്തിപരമായി നിരസിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. അതേസമയം തലാലിന്റെ കുടുംബാംഗങ്ങളും പ്രാദേശിക ഭരണാധികാരികളും ഉൾപ്പെട്ട ചർച്ചയിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയിൽ എത്തിയതെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. 24 ഡൽഹി.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ ഉറച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും പരിശീലനം വേണം എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. SC/ST വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി നൽകി. പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും എതിർത്തും ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തി. ഇന്നലെ നടത്തിയ പരാമർശത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം, സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ മികവുള്ളതായിരിക്കണം. ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു ഇന്നലത്തെ പ്രതിഷേധമെന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയുമായി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമായ പുഷ്പവതി രംഗത്തെത്തി. സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരിയൊക്കെ ഇതിനേക്കാളൊക്കെ അല്ല ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാൻ, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SC/ST ഉള്ള ഒരു വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ അതുവഴി അഴിമതി ഉണ്ടാക്കാൻ ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവ് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ദിനുവയിൽ നൽകിയ പരാതിയിൽ SC/ST കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചും എതിർത്തും സിനിമാ മേഖലയിൽ നിന്ന് അഭിപ്രായമുയർന്നു. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ സബ്സിഡി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വലിയ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. പൈസ മാത്രം കൊടുത്താൽ പോരാ, പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മുഴുവനിലാണ് ആ മീനിങ് ഇരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നുമായിരുന്നു സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. 24 തിരുവനന്തപുരം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിലും ഭിന്നാഭിപ്രായം. പരാമർശത്തിനെതിരെ ഡോക്ടർ ആർ ബിന്ദു രംഗത്തെത്തിയപ്പോൾ VN വാസവൻ ന്യായീകരിച്ചു. പരാമർശത്തെ UDF നേതാക്കൾ വിമർശിച്ചു. വിശ്വ ചലച്ചിത്രവേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസമുണ്ടാകണം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പ്രതികരണം. പരാമർശത്തോടുള്ള വിയോജിപ്പ് ഇന്നും മന്ത്രി ആവർത്തിച്ചു. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സ് ആണ്, പുരുഷ നോട്ടമാണ്. എല്ലാ കാലത്തും ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. പരാമർശം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി OR കേളുവും പറഞ്ഞു. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തി. സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു. ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ 3 കൊല്ലത്തെ ഒരു ക്ലാസ് കൊടുക്കണം എന്നായിരുന്നു നടനും MLA-യുമായ M മുകേഷിന്റെ പ്രതികരണം. അവരെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ആവശ്യമെങ്കിൽ 3 മാസത്തെ ഒരു ക്ലാസ് കൊടുക്കണം. പരാമർശത്തിൽ ഇന്നലെ തന്നെ താൻ മറുപടി പറഞ്ഞതാണെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വിവാദമാക്കേണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. സ്പീക്കർ AN ഷംസീർ, K രാധാകൃഷ്ണൻ MP തുടങ്ങിയവരും പരാമർശത്തിനെതിരെ രംഗത്തെത്തി. അടൂരിനെപ്പോലൊരാൾ അങ്ങനെ പറയരുതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. പരാമർശത്തെ BJP രാജ്യസഭാംഗം C സദാനന്ദനും വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 24. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വാക്കുതർക്കം. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സമർപ്പിച്ച സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. സംഘടന ബൈലോ പ്രകാരം 2 സിനിമകൾ മാത്രം നിർമ്മിച്ച സാന്ദ്രയ്ക്ക് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് വരണാധികാരി അറിയിച്ചതോടെയാണ് വാക്തർക്കമുണ്ടായത്. എന്നാൽ 9 സിനിമകൾ താൻ നിർമ്മിച്ചിട്ടുണ്ടെന്നും നടക്കുന്നത് പ്രതികാര നടപടിയാണ് എന്നും സാന്ദ്രയുടെ മറുപടി. പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചത്. പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലായിരുന്നു വാക്കുതർക്കം. സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളുന്നുവെന്ന് വരണാധികാരി അറിയിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. G സുരേഷ് കുമാർ, B രാകേഷ് തുടങ്ങിയവരുമായുള്ള തർക്കം മണിക്കൂറുകൾ നീണ്ടു. സംഘടനാ ബൈലോ പ്രകാരം ഒരു അംഗത്തിന് പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ 3-ലധികം ചിത്രങ്ങളുടെ നിർമ്മാണാവകാശം വേണമെന്ന മാനദണ്ഡം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പത്രിക തള്ളിയത്.
തന്റെ ബാനറിൽ സ്വന്തമായി 9 ചിത്രങ്ങളുണ്ടെന്നും നടപടി നീതി നിഷേധത്തിന്റെ ഭാഗമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. 9 സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എന്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷന്റെ രജിസ്റ്റേർഡ് ആണ് എന്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ള ഒരു അനീതിയാണ് ഈ കാണിക്കുന്നത്. അതേസമയം സാന്ദ്രയുടെ ബാനറിൽ 2 ചിത്രങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് പത്രിക തള്ളിയതെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 14-ന് പുല്ലേപ്പടിയിലെ ഓഫീസിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്ത മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PIക്കും സെഷൻ ക്ലർക്കിനുമാണ് സസ്പെൻഷൻ. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപിക ലേഖയുടെ UPST തസ്തികയിലെ നിയമനം ഉപാധികളോടെ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ തുക ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഷിജോ. എന്നാൽ ശമ്പള കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പ്രതി ഉണ്ടായിരുന്നു. ജനുവരി 17 മുമ്പായിട്ട് നമുക്ക് ശമ്പളം ഫുൾ എഴുതണം. ഗവൺമെൻറ് അത് വെച്ച് ഓർഡർ ഇട്ടിരുന്നു. ഈ ജനുവരി 30 മുമ്പ് എഴുതി കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. ആ 2 ഓർഡർ ഇവർ ധിക്കരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ NG, സൂപ്രണ്ട് ഫിറോസസ്, സെക്ഷൻ ക്ലർക്ക് ബിനിയാർ എന്നിവരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനും സ്കൂൾ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു. 24 പത്തനംതിട്ട. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ വീടിനകത്തെ ബാത്റൂമിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നടന്ന പരിശോധനയിൽ പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി. വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തു. സെബാസ്റ്റ്യനുമായി പോലീസ് സംഘം കോട്ടയത്തേക്ക് മടങ്ങി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. ചേർത്തല പള്ളിപ്പുറത്തു നിന്ന്. വിഷ്ണു, ഇന്നത്തെ പരിശോധന പൂർത്തിയായപ്പോൾ എന്താണ് അന്വേഷണ സംഘത്തിന് ഒരു നിഗമനം? എത്ര പ്രധാനപ്പെട്ടതായിരുന്നു ഈ പകൽ? വിജയകുമാർ, 7 മണിക്കൂറാണ് ഇന്നത്തെ തെളിവെടുപ്പ് നടന്നത്. അത് വിവിധ ഇടങ്ങളിലായി വീടിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നു. നേരത്തെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടെ ബാക്കിയാണ് ഇന്ന് കണ്ടെത്തിയതെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇനി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനുശേഷം മാത്രമാണ് ഇതിന്റെ കാലപ്പഴക്കവും ഇത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരിക. ഇത് നേരത്തെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ കേസ്, അതായത് ആ പെർട്ടിക്കുലർ കേസ് അന്വേഷിക്കുന്നതിൽ അത് ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. പക്ഷേ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷ ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ഈ 2 ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായത്. അത് പുതിയ ഒരാളുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനും ആകുന്നില്ല. അത് നേരത്തെ കണ്ടെത്തിയതിന്റെ ബാക്കി തന്നെ എന്ന് ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഒരു തരത്തിലും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ചോദ്യങ്ങളോട് മറുപടി പറയുന്നില്ല. ഇവരെ കൊന്നിട്ടുണ്ടോ, ഇവരെ പരിചയമുണ്ട് എന്ന് പറയുമ്പോഴും ഇവരെ കൊന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും അയാൾ മറുപടി പറയുന്നില്ല. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് സെബാസ്റ്റ്യൻ എന്ന ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം DNA പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കുമെന്ന് മനസ്സിലാകുന്നു. വ്യാഴാഴ്ച വരെ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ട്. ഒരു പക്ഷേ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ജയിനമ്മയുടെ വീടുകളിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. ചേർത്തലയിലെ തെളിവെടുപ്പ് പൂർത്തിയായി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതായത് കോട്ടയം യൂണിറ്റിന്റെ തെളിവെടുപ്പാണ് പൂർത്തിയായത്. ഇനി ആലപ്പുഴ യൂണിറ്റിൽ തെളിവെടുപ്പ് നടക്കാനുണ്ട്. ആലപ്പുഴയിലെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തുക. അത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ആ തെളിവെടുപ്പ് ഉണ്ടാകുക. പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ഈ 2.5 ഏക്കർ വരുന്ന വിസ്തീർണം വരുന്ന സ്ഥലത്തിന്റെ എല്ലാ മൂലയിലും ആ ഡിവൈസ് എത്തിച്ച് അവിടെ ഒരു പരിശോധന ആലപ്പുഴ യൂണിറ്റ് നടത്തും. അതിൽ ചില നിർണായക വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് വളരെ സുഗമമായി സാധ്യമാകുകയുള്ളൂ. അതല്ല എങ്കിൽ ക്രൈംബ്രാഞ്ചിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജയിനമ്മയുടേത് മാത്രമാണ് ഒരു കൊലപാതകം എന്ന് ക്രൈംബ്രാഞ്ച്
സ്ഥിരീകരിക്കുന്നത്. അപ്പോഴും അത് ഇയാൾ കൊലപ്പെടുത്തി, ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് പറയാനായുള്ള ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി DNA ഫലം, പരിശോധനാ ഫലം വരുമ്പോൾ അത് ജയനമ്മയുടെ അല്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും. അങ്ങനെ ആകെ പ്രതിസന്ധിയിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. പക്ഷേ ഈ തെളിവെടുപ്പ് നടപടികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ലീഡ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് അവർ കരുതുന്നത്. വിഷ്ണു, ഈ പള്ളിപ്പുറത്തെ പരിശോധന, ഇന്നത്തെ പരിശോധന തീർന്നു എന്നാണോ, അതോ ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇനി അവിടെ പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് അവരെത്തിയെന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ ഇന്നിപ്പോ ഇത്രയും പരിശോധിച്ചിരിക്കുക, അതിന്റെ തുടർച്ച നാളെയും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഇല്ല, നാളെ പരിശോധനയില്ല. സ്വാഭാവികമായി അപ്പോൾ ഇവിടെ കോട്ടയം യൂണിറ്റിന്റെ ഭാഗത്തുണ്ടായ പരിശോധനകൾ അവസാനിച്ചു. ഈ പരിശോധന നടത്താവുന്നതിന്റെ പരമാവധി ഇടങ്ങളിലൊക്കെ നടത്തി. വീടിന്റെ ഗ്രാനൈറ്റ് പൊളിക്കണം എന്ന് പറഞ്ഞു, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് പൊളിച്ച പരിശോധന നടത്തി, അവിടെ നിന്നൊന്നും കണ്ടെത്തില്ല. കുളം വറ്റിച്ച് അവിടുത്തെ ചെളി നീക്കി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് മാത്രമാണ് അസ്ഥികഷ്ണം ലഭിച്ചത്. ഒപ്പം വീടിന്റെ പറമ്പിൽ നിന്ന് അസ്ഥികഷ്ണം ലഭിച്ചു. സെപ്റ്റിക് ടാങ്കും കിണറും ഒക്കെ പരിശോധന നടത്തി, പക്ഷെ അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അവിടെ ഈ ജയനമ്മ കേസുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തേണ്ടതില്ല എന്നാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. പക്ഷേ ആലപ്പുഴ യൂണിറ്റ് ഈ വീട്ടിൽ പരിശോധന തുടരും. യെസ്, ചേർത്തല പള്ളിപ്പുറത്തു നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതി ഈ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അസാമാന്യ ആത്മവിശ്വാസത്തോടെ അയാൾ ചോദ്യം ചെയ്യലിനെ നേരിടുന്നു എന്നാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളവരൊക്കെ പറയുന്നത്. ഈ കണ്ടെത്തിയ ഈ അസ്ഥിഭാഗങ്ങൾ അത് ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി ആരുടേതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷേ വൈകിയായിരിക്കും അന്വേഷണ സംഘം ഔദ്യോഗികമായി പുറത്തുവിടുക. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഛത്തീസ്ഗഡിൽ ജയിൽ മോചിതരായ 2 മലയാളി കന്യാസ്ത്രീകൾ ഈ ആഴ്ച അവസാനത്തോടെ കേരളത്തിലെത്തും. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയ്ക്കും പ്രവർത്തകർക്കുമെതിരെ പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. 2 ആഴ്ച കൂടുമ്പോൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ജാമ്യ ഉപാധിയിലാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർ പുറത്തിറങ്ങിയത്. ഇത് പ്രകാരം 8-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇതിനുശേഷമാകും കേരളത്തിലേക്ക് മടങ്ങുക. ഏതാനും ദിവസം ഇരുവരും വീടുകളിൽ ചെലവഴിക്കും. തുടർന്ന് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങും. കണ്ണൂർ സ്വദേശിനിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. സിസ്റ്റർ പ്രീതി മേരി അങ്കമാലി സ്വദേശിയും. ഇരുവർക്കും പുതിയ ചുമതലകളോ സ്ഥലം മാറ്റമോ ഉടനുണ്ടാകില്ല. കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ട നിയമ നടപടികൾ തുടരാൻ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ തുടരേണ്ടതുണ്ട്. ജാമ്യ ഉപാധികൾ പ്രകാരം കന്യാസ്ത്രീകൾക്ക് രാജ്യത്തിനകത്ത് സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ, ഏതാനും പ്രവർത്തകർ എന്നിവർക്കെതിരെ യുവതികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആ 3 പെൺകുട്ടികൾ 2 ദിവസമായി പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരമായി കയറി ഇറങ്ങിയിട്ടും അവരുടെ പരാതി സ്വീകരിച്ചു. പക്ഷേ FIR ഇടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഒരു പ്രശ്നം. ലളിത, സുക്മതി എന്നീ യുവതികൾ ഓർച്ച പോലീസ് സ്റ്റേഷനിലും കമലേശ്വരി മറ്റൊരു പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയത്. ഈ 2 പരാതികളും ദുർഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയാകും കേസെടുക്കുക. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ ഇടപെടലിനെ ചൊല്ലി BJP കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷം. ക്രൈസ്തവ നയതന്ത്രം പാളി എന്ന് കെ സുരേന്ദ്രൻ, MD രമേശ് വിഭാഗങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന് പറയുന്നുവെങ്കിലും കേസ് റദ്ദാക്കുന്നതിലെ നിലപാട് BJP ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. BJP ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്ന ക്രൈസ്തവ നയതന്ത്രം പാളിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയിൽ കൂടിയാലോചന നടത്തിയില്ല. 6 പേർ മാത്രമാണ് കൂടിയാലോചനകളിൽ പങ്കാളികളായതെന്നും വിമർശനമുണ്ട്. വിഷയത്തിൽ RSS എതിരായതോടെ MT രമേശ് അകന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് BJP കേരള ഘടകത്തെ ബാധിക്കില്ലെന്ന് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഈ കോൺഗ്രസ് ഭരിച്ചാൽ പോലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാം. അപ്പോൾ അതിനെ ആ സർക്കാരുകൾ അവരുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ വേണ്ട രീതി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കേരളത്തിൽ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ കേരളം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കന്യാസ്ത്രീകളെ സംശയനിഴലിൽ നിർത്തുന്നതായിരുന്നു S സുരേഷിന്റെ പ്രതികരണം. BJP കേസിന്റെ മെറിറ്റിനകത്തേക്ക് കടന്നിട്ടുമില്ല, ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ SDPI പ്രവർത്തകർ നുഴഞ്ഞുകയറിയെന്ന് വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ തൊട്ടതിലെല്ലാം കൈപൊള്ളിയ നിലയിലാണ്
സംസ്ഥാന BJP. വിവിധ ബ്യൂറോകൾക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിൽ രണ്ടു വിഭാഗത്തിനും ആത്മാർത്ഥതയില്ല എന്ന് ഹൈക്കോടതി. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ഇന്ന് വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ VC അധിക്ഷേപിച്ചുവെന്നും പരാതി ഉയർന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന രജിസ്ട്രാറുടെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. VCക്കും രജിസ്ട്രാർക്കും വാശിയാണ്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ VCയുടെ ഉത്തരവാദിത്വം തീർന്നു. ബാക്കി തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റ്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസ് വീണ്ടും മറ്റന്നാൾ പരിഗണിക്കും. എന്നാൽ VC നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർവകലാശാല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ വൈസ് ചാൻസലർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്. എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട എന്നുമായിരുന്നു VCയുടെ അധിക്ഷേപം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹൻ കുന്നുമേൽ ആരോപിച്ചു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിൽ നിന്ന് CPM അനുകൂല സംഘടനകൾ വിട്ടുനിന്നു. ഇതിനിടെ വൈസ് ചാൻസലറുടെ കടുംപിടുത്തം മൂലം NCC, NSS, ഭിന്നശേഷി കുട്ടികളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ചേരേണ്ടിയിരുന്ന സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെക്കേണ്ടി വന്നു. 24 തിരുവനന്തപുരം. ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ വിമർശനവുമായി സുപ്രീം കോടതി. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അത്തരം പരാമർശം നടത്തില്ലായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിമർശനം. 2020 ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യ ചൈന സംഘർഷത്തിൽ 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂപ്രദേശം ചൈന അനധികൃതമായി കയ്യേറിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ ഭൂമി ചൈന പിടിച്ചെടുത്തുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? വിശ്വസനീയമായ തെളിവുകൾ രാഹുലിന്റെ പക്കലുണ്ടോ? ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നുവെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമെന്ന് രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സ്വിംഗി ചോദിച്ചു. എങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് കോടതിയുടെ മറുപടി. അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ കേസ് നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ഭാരത് ജോഡോ യാത്രക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശം നടത്തിയത്. 24 ഡൽഹി. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞ അർജന്റീൻ ടീം അസൗകര്യം അറിയിച്ചുവെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. എന്നാൽ മെസ്സിയുടെ വരവിനായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. 24 എക്സ്ക്ലൂസീവ്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. കായിക മന്ത്രി V അബ്ദുറഹ്മാന്റെ ഈ പ്രഖ്യാപനം കായിക പ്രേമികളിൽ ഉണ്ടാക്കിയ ആവേശം തെല്ലൊന്നുമല്ല. ഒക്ടോബറിൽ 7 ദിവസം മെസ്സിയും സംഘവും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകിയത്. എന്നാൽ ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന ഉറപ്പിൽ പണമടച്ചെന്നും തുടർന്ന് ഈ വർഷം വരാൻ കഴിയില്ലെന്ന് ടീം അറിയിച്ചെന്നുമാണ് മന്ത്രി പറയുന്നത്. ഒക്ടോബറിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചത് സ്പോൺസർമാർ. കേരളം ഈ കരാറിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം. കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനെന്നാണ് മന്ത്രി പറയുന്നത്. കരാർ കൃത്യമായാണ് കേരളം പിന്തുടർന്നതെന്നും മന്ത്രി പറയുന്നു. സ്പോൺസർമാരെ തള്ളാനും മന്ത്രി തയ്യാറായിട്ടില്ല. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിൽ പിഴവ് പറ്റിയത് മന്ത്രിക്കോ സ്പോൺസർമാർക്കോ? എന്തായാലും ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ആരാധകരുടെ പ്രതീക്ഷകളാണ് ഇതോടെ അവസാനിക്കുന്നത്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോതമംഗലം കൊലപാതകത്തിൽ പ്രതിയായ യുവതി 3 പേരെ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് സൂചന. ആസൂത്രിതമായി വിളിച്ചു വരുത്തി വിഷം നൽകി അൻസലിനെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തികവും ശാരീരികവുമായി ചൂഷണം ചെയ്തതിലെ പകയാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറയുന്നു. കാലങ്ങൾ നീണ്ട പകയ്ക്കൊടുവിലാണ് കോതമംഗലം സ്വദേശി അൻസിലിനെ വിഷം കൊടുത്തു കൊല്ലാൻ പ്രതിയായ യുവതി പദ്ധതി തയ്യാറാക്കിയത്. അൻസിലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 മുൻ കാമുകന്മാരെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൂവരും സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തതും പണത്തിന്റെ പേരിൽ പറഞ്ഞു പറ്റിച്ചതുമാണ്
പകയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. സംഭവ ദിവസം യുവതി അൻസിലിനെ വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു. ശേഷം വിഷം കഴിപ്പിച്ച വിവരം അൻസിലിനോട് വെളിപ്പെടുത്തി. വീട്ടിലെത്തിയ അൻസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു എന്ന് പോലീസിനെ അറിയിച്ചതും യുവതി തന്നെയാണ്. എന്നാൽ സംഭവത്തിന് പിന്നാലെ CCTV DVR ഒളിപ്പിച്ചതും ഫോൺ വിവരങ്ങളും യുവതിക്ക് കുരുക്കായി. 1.5 മാസം മുമ്പ് അൻസിലിനെതിരെ നൽകിയ പരാതി പിൻവലിച്ചിട്ടും പറഞ്ഞുറപ്പിച്ച തുക കൈമാറാത്തതും കൊലയ്ക്ക് കാരണമാണ്. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിക്കായി പോലീസ് കോതമംഗലം കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. 24 തൊടുപുഴ. എറണാകുളം അരയൻകാവിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ കസ്റ്റഡിയിൽ. അരയൻകാവ് വെളുത്താൻകുന്നം അറയ്ക്കപ്പറമ്പിൽ ചന്ദ്രികയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൻ സ്ഥിരമായി ചന്ദ്രികയെ മർദ്ദിക്കാറുണ്ടെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു. ചന്ദ്രികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് മകൻ അഭിജിത്താണ് ഇന്ന് രാവിലെ അയൽവാസികളെ അറിയിക്കുന്നത്. അയൽക്കാർ വന്നു നോക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സാരിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നുവെന്നും താനാണ് താഴെയെടുത്തു കിടത്തിയത് എന്നുമായിരുന്നു മകന്റെ വിശദീകരണം. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ തുടങ്ങി. കൊലപാതകമാണെന്നാണ് നാട്ടുകാരുടെയും അയൽവാസികളുടെയും സംശയം. അതുകൂടാതെ ഇവനിങ്ങനെ ഓവറായിട്ട് വീട്ടിൽ വിഷയം ഉണ്ടാക്കുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2-3 മാസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇന്നലെയും ഇതുപോലെ തന്നെ ഇവിടെ വഴക്കുണ്ടായിട്ട് അവർ സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നലെ വൈകിട്ടും അവർ വിഷയമുണ്ടായ അയൽവക്കത്ത് ചെന്ന് പറഞ്ഞ് കരഞ്ഞു പറയുകയോ ചെയ്താണ്. മകൻ അഭിജിത്ത് ലഹരിക്കടിമയാണ്. മകൻ നിരന്തരം മർദ്ദിക്കുന്നതിന് ദൃക്സാക്ഷികളുണ്ടെന്നും പലപ്പോഴും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 2 മാസം മുമ്പ് അമ്മയുടെ കഴുത്തിൽ വാക്കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്കു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മകൻ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കും. 24 കൊച്ചി. കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അയൽവാസി അറസ്റ്റിലായി. ദിലീപ് എന്ന ലിനീഷാണ് പിടിയിലായത്. ഇയാൾ സ്ഥാപിച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ബോബി മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് 43-കാരിയായ ബോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേയ്ക്കാൻ വിട്ട പശുവിനെ തേടി ഇറങ്ങിയതായിരുന്നു ബോബി. സമീപത്തായി പശുവിനെ ചത്ത നിലയിലും കണ്ടെത്തി. മരണം ഷോക്കേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അയൽവാസി പിടിയിലായത്. കേഴമാനിനെ പിടിക്കാൻ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ് പശുവിന് ഷോക്കേറ്റത്. രക്ഷിക്കാൻ ശ്രമിച്ച വീട്ടമ്മയും അപകടത്തിൽപ്പെടുകയായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും പിൻബലത്തിലാണ് ദിലീപ് എന്ന ലിനീഷിനെ തൊട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് വൈദ്യുതി കെണിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്തു. മാൻ, പന്നി എന്നിവയെ വേട്ടയാടിയ കേസിൽ ഇയാൾ നേരത്തെ പ്രതിയാണ്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കൂടുതൽ ശക്തമാകും. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം തലയറുത്ത നിലയിലുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി യുവാവ്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി ഷജീറാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. പൂച്ചയെ താൻ ഭക്ഷിച്ചു എന്ന് സജീർ പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നു. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ മടത്തിപ്പറമ്പ് സ്വദേശിയായ ഷജീർ ലോറി ഡ്രൈവറാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പൂച്ചയ്ക്ക് ആദ്യം ഭക്ഷണം നൽകുന്ന ഷജീർ രണ്ടാമത്തെ വീഡിയോയായി ഷെയർ ചെയ്തിരിക്കുന്നതാകട്ടെ ഈ പൂച്ചയുടെ തലയെറുത്ത നിലയിലുള്ളതാണ്. ഇയാൾ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ചെർപ്പുളശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ കോയമ്പത്തൂരാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ശ്രീകുമാരൻ, 24 പാലക്കാട്. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 3 ബൈക്ക് യാത്രക്കാർക്ക് ദാരുണാന്ത്യം. കളമശ്ശേരിയിൽ ഇരുചക്ര വാഹനത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരൻ അബ്ദുൾ സലാം മരിച്ചു. തൊടുപുഴയിൽ കൃഷി ഓഫീസറായ ജോർജാണ് ആരക്കുന്നത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. കണ്ണൂർ പേരാവൂരിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ച് ആര്യപ്പറമ്പ് പുത്തൻ വീട്ടിൽ മിഥുൻ രാജിന് ജീവൻ നഷ്ടമായി. രാവിലെ 9 മണിയോടെ കളമശ്ശേരി സൗത്ത് പാലത്തിൽ വെച്ചാണ് ബൈക്ക് യാത്രക്കാരനെ സ്വകാര്യ ബസ് ഇടിച്ചത്. മറ്റൊരു ബസിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടം.
അപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. ഓവർ സ്പീഡ് ആണോ അല്ലയോ നമ്മൾ ഓൺലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതിന്റെ GPS, അതിന്റെ ക്യാമറ നമ്മൾ നോക്കിയാലേ അതിന്റെ സ്പീഡ് എത്ര ആയിരുന്നു, ആ റോഡിലെ സ്പീഡ് എത്ര അലൗഡ് ആണ് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ബ്ലൈൻഡ് സ്പോട്ട് ആക്സിഡന്റ് ആണ്. കണ്ണൂർ പേരാവൂരിൽ ടിപ്പറും ബൈക്കും കൂട്ടിയിടിച്ചാണ് ആര്യപ്പറമ്പ് പുത്തൻ വീട്ടിൽ മിഥുൻ രാജ് മരിച്ചത്. എറണാകുളം ആരക്കുന്നത്ത് ഇരുചക്രവാഹനത്തിനു പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച് ബൈക്ക് യാത്രികനായ തൊടുപുഴ കൃഷി ഓഫീസർ ജോർജ് മരിച്ചു. കോഴിക്കോട് വടകരയിൽ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ സ്വകാര്യ ബസ്സിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊടിനാട്ടി പ്രതിഷേധിച്ചു. വടകര കരിമ്പനംപാലം സ്വദേശി ആകാശിനെയാണ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ബസ് തടയുന്നതിന് നേതൃത്വം നൽകിയ സമരത്തിൽ ആകാശ് പങ്കെടുത്തിരുന്നെന്നും ഇടിച്ചു വീഴ്ത്തിയത് മനഃപൂർവ്വമാണോ എന്ന് പരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കൊല്ലം അരിപ്പയിൽ കാട്ടുപോത്ത് വാഹനത്തിന് കുറുകെ ചാടി കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പാലക്കാട്ട് സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി ജീവനക്കാർ. മണ്ണാർക്കാട് ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PKS ബസ്സിലെ യാത്രക്കാരിയാണ് കുഴഞ്ഞു വീണത്. യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ബസ് വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തൃക്കടിയിൽ സ്വദേശിയായ ഡ്രൈവർ നിയാസും കൊതകുർശി കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ ജയേഷും ചേർന്നാണ് സമയോചിതമായ ഇടപെടലിലൂടെ യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ചത്. പത്തനംതിട്ട കലഞ്ഞൂർ പൂമരക്കുഴിയിൽ പട്ടാപ്പകൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി. പൊന്മേലിൽ രശ്മിയുടെ വീട്ടിലേക്കാണ് പുലി ഓടി കയറിയത്. വളർത്തുനായെ പിന്തുടർന്നാണ് പുലി എത്തിയത്. സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേത് എന്ന് വനം വകുപ്പ് പിന്നീട് സ്ഥിരീകരിച്ചു. തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ 4 വയസ്സുകാരനെ ആക്രമിച്ചെന്ന് കരുതുന്ന പുലിയുടെ ദൃശ്യം 24-ന്. കുട്ടിയെ ആക്രമിച്ച ദിവസം രാത്രി പുലി ഉന്നതിക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിൽ ഇരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മലക്കപ്പാറയിലെ കടക്കാരനാണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. വാഹനം കണ്ടിട്ടും പേടിച്ച് പിന്മാറാതെ പുലി ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എറണാകുളം തടിക്കക്കടവ് അങ്കനവാടിയിൽ മൂർഖൻ പാമ്പ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വെച്ചിരുന്ന ഷെൽഫിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. കളിപ്പാട്ടങ്ങൾ മാറ്റിയപ്പോൾ മൂർഖൻ പത്തി വിടർത്തി നിൽക്കുകയായിരുന്നു. രാവിലെ 11 മണിക്ക് കുട്ടികൾ ക്ലാസ് മുറിയിലുള്ള സമയത്തായിരുന്നു മൂർഖനെ കണ്ടത്. പാമ്പിനെ കണ്ട ഉടൻ കുട്ടികളെ പുറത്തിറക്കി വനം വകുപ്പിന് വിവരമറിയിച്ചു. സർപ്പ വോളണ്ടിയർ രേഷ്ണു സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. അങ്കനവാടിയോട് ചേർന്നുള്ള വയലിൽ നിന്നാകാം പാമ്പ് എത്തിയത് എന്നാണ് നിഗമനം. ശിശുക്ഷേമ വകുപ്പ് അടക്കം സംഭവം പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന സംബന്ധിച്ച പട്ടികയുമായി KPCC നേതൃത്വം ഡൽഹിയിലേക്ക്. KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്നത്. ഈ മാസം 10 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെ DCC തലപ്പത്ത് നിന്ന് ഒഴിവാക്കുന്നതിൽ എതിർപ്പറിയിച്ച് പ്രധാന നേതാക്കൾ രംഗത്തുണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയ പട്ടികയുമായാണ് KPCCയുടെ പുതിയ നേതൃത്വം ഡൽഹിയിലേക്ക് പോകുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർ ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും. പട്ടിക സംബന്ധിച്ച് നാളെയും മറ്റന്നാളും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, DC അധ്യക്ഷന്മാർ എന്നീ തലങ്ങളിലാണ് പുതിയ പുനഃസംഘടന നടക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 4-ൽ നിന്ന് 5-ആയും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 23-ൽ നിന്ന് 30-ആയും സെക്രട്ടറിമാരുടെ എണ്ണം 70-ആയും വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ. ഇതോടെ ജംബോ കമ്മിറ്റി ആയിരിക്കും വരികയെന്ന് ഏതാണ്ട് ഉറപ്പായി. 9 DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ കൊല്ലം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജേന്ദ്ര പ്രസാദിനെ മാറ്റുന്നതിൽ കൊടുക്കുന്നിൽ സുരേഷ് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ DCC അധ്യക്ഷനായ B ബാബുപ്രസാദിനെ നീക്കുന്നതിനെ രമേശ് ചെന്നിത്തലയും എതിർക്കുന്നു. എതിർപ്പ് വന്നതോടെ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. തൃശൂർ ഒഴികെയുള്ള എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനാണ് സാധ്യത. ഇത് മുൻകൂട്ടി കണ്ട് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പേരുകളും നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ചർച്ചയ്ക്ക് ശേഷം ഈ മാസം 10 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും. 24 തിരുവനന്തപുരം. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.